ശ്രീ എം സച്ചിൻ ദേവ് എം എൽ എ അതാ ഇപ്പോൾ ഇന്ദ്രബാലൻ ആ ദൗത്യത്തിൽ പങ്കെടുത്ത ഇന്ദ്രബാലൻ നമ്മളോട് പറയുകയാണ് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്ന സംഗതി അവിടെ ഇല്ല, ഒരു പ്ലാൻ എന്നൊരു സംഗതി അവിടെ ഉണ്ടായിരുന്നില്ല, ഏത് രീതിയിൽ നടപ്പാക്കാൻ എന്നൊരു മാസ്റ്റർ പ്ലാൻ അവിടെ ഉണ്ടായിരുന്നില്ല. കാർവാർ എം എൽ എ അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തോ ഇനിഷ്യേറ്റീവിൽ കുറേ അധികം കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറയുന്നില്ല, കുറേ അധികം കാര്യങ്ങൾ ചെയ്തു, കുറേ അധികം മനുഷ്യർ കഠിനാധ്വാനം ചെയ്തു, ഏറ്റവും കൂടുതൽ ഈശ്വർ മാൽപ്പെ അടക്കമുള്ളവർ. അതല്ലാതെ ഒരു കാര്യം ചെയ്യേണ്ട മട്ടിൽ ചെയ്തില്ല. അത് ചെയ്യിപ്പിക്കേണ്ടത് ആരാണ്? സച്ചിൻ ദേവ് എം എൽ എ. ഇപ്പോൾ കർണാടകം എന്താണ് അവരുടെ സംവിധാനങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യിപ്പിക്കണമല്ലോ. നമ്മുടെ ഒരു പൗരനെതിരെ കിടക്കുകയാണ്, നമ്മുടെ മാത്രമല്ല 3 മനുഷ്യരെതിരെ കിടക്കുകയാണ് ഇപ്പോഴും. അതിപ്പോൾ ഇന്ദ്രപാൽ സാർ ആദ്യം പറയുന്നത് പോലെ അവർ ജീവനോടെ ഇല്ല, അതുകൊണ്ട് അർജൻസി ഇല്ല എന്ന് കരുതാവോ? കെ എം സച്ചിൻ ദേവ്. ഇവിടെ അങ്ങനെ ആരും ഇവിടെ കരുതിയിട്ടില്ലല്ലോ ഹാഷ്മി. ഇവിടെ ഒരു സംസ്ഥാനത്തിൽ അതിൻ്റെ ഗവൺമെൻറ്റിൽ അതിൻ്റെ സംവിധാനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഏതെങ്കിലും നിലയിൽ ഒരു ആക്ഷേപമാണോ നമ്മൾ തുടക്കത്തിൽ ഉന്നയിച്ചത്? ഏതെങ്കിലും ഒരു വാദപ്രതിവാദത്തിലേക്ക് നമ്മൾ പോയോ? ആ ഗവൺമെൻറ്റിൻ്റെ കർണാടക ഗവൺമെൻറ്റിൻ്റെ നടപടിയിലും അവരുടെ സംവിധാനങ്ങളിലും വിശ്വാസം അർപ്പിച്ചു. മുഖ്യമന്ത്രി കർണാടക ഗവൺമെൻറ്റുമായി ആശയവിനിമയം നടത്തി, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും കർണാടക ഗവൺമെൻറ്റും തമ്മിൽ ആശയവിനിമയം നടത്തി. ആ കാര്യങ്ങളിലെല്ലാം വളരെ പോസിറ്റീവായ പ്രതികരണമല്ലേ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത്? ഒരുപക്ഷെ രാഷ്ട്രീയമായി പോലും കർണാടക ഗവൺമെൻറ്റുമായി ചേർന്ന് നിൽക്കുന്നവർ, ഇപ്പോൾ കോഴിക്കോട് MP ഉൾപ്പെടെ അവരുടെയൊക്കെ രാഷ്ട്രീയ നിലപാടുമായി ചേർന്ന് നിൽക്കുന്നവരാണല്ലോ കർണാടക ഗവൺമെൻറ്. ആ കർണാടക ഗവൺമെൻറ്റുമായി അദ്ദേഹം ഉൾപ്പെടെ നടത്തിയ ചർച്ചയിൽ അവരും ഇടപെട്ടിരുന്നല്ലോ. ആ ചർച്ചയിൽ ഉൾപ്പെടെ ഏതെങ്കിലും നിലയിൽ ഒരു നെഗറ്റീവായ സൂചന ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്നോ? അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴല്ലേ കേരളത്തിൽ നിന്നും പ്രത്യേകമായൊരു ശ്രദ്ധ നേരിട്ട് ഈ കാര്യത്തിൽ വേണ്ടത്ര വേഗതയിൽ കാര്യങ്ങൾ പോകാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അതിൽ പ്രത്യേകമായി ഇടപെട്ട് കുടുംബങ്ങളുടെ ആശങ്ക, അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിലയിലേക്കുള്ള ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ യഥാക്രമം നമ്മുടെ കർണാടക ഗവൺമെൻറ്റിന് മുന്നിൽ അവതരിപ്പിക്കാനും ജില്ലാ ഭരണകൂടവുമായി നിരന്തരമായ ആശയവിനിമയം നടത്താനും അതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കാനും വേണ്ടി ജനപ്രതികളായ MLA-മാരെ തന്നെ മുഖ്യമന്ത്രി നേരെ മുൻകൈയെടുത്ത് നിങ്ങളവിടെ പോയി കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഇടപെടണമെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ആ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം 2 മന്ത്രിമാരെ മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടു. സച്ചിനും ലിൻഡോ ജോസും അടക്കമുള്ളവർ അവിടെ നിന്നു. ഏറ്റവും കൂടുതൽ എം വിജയൻ MLA മന്ത്രിയൊക്കെ അവിടെ വന്നു. മാത്രമല്ല നിങ്ങൾ സച്ചിനും ലിൻഡോയും ദീർഘദിവസങ്ങൾ അവിടെ നിൽക്കുകയും അതിനകത്തേക്ക് പോവുകയും നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഇടപെടൽ നടത്തുകയും ചെയ്തവരാണ്. ഒരു തർക്കം അക്കാര്യത്തില്ല. എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം സർ, ഇതാരും ജോലി ചെയ്തില്ല എന്നും നമ്മൾ ആരോപിക്കുന്നില്ല, ഈ ജില്ലാ ഭരണകൂടം ഒന്നും ചെയ്തില്ല എന്നും ആരോപിക്കുന്നില്ല. പക്ഷേ ഈ സമയത്ത് എടുക്കേണ്ട രീതിയിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ, എക്സ്പെർട്ടൈസ് ആവശ്യമുള്ളവരെ കൊണ്ടുവരിക, അല്ലെങ്കിൽ മെഷീൻ ആവശ്യമുള്ള മെഷീൻ ഏത് വഴിക്കും കൊണ്ടുവരിക. ഇപ്പോൾ ഈ കർണാടക ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിന് കുറവൊന്നുമില്ല, ശതകോടികൾ അവരുടെ പക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നില്ലെങ്കിൽ നമുക്കൊരു ഇടപെടൽ നടത്തണ്ടേ MLA? അത് ഇനിയാണെങ്കിൽ എങ്ങനെയാണ് നടത്താൻ കഴിയുക നമുക്ക്? തീർച്ചയായും ഇതാ ഇന്നുൾപ്പെടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കത്ത് പ്രത്യേകമായി സംസാരിച്ചതിൻ്റെയും കത്തയച്ചതിൻ്റെയും എല്ലാം വിശദാംശങ്ങൾ നിങ്ങളുടെ മാധ്യമം ഉൾപ്പെടെ പുറത്തുവിട്ടല്ലോ. നമ്മൾ കാണേണ്ടത് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന്, ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞു ഡ്രഡ്ജർ മിഷൻ, അതോടൊപ്പം തന്നെ ഈ വെള്ളത്തിൽ നിന്നുകൊണ്ട് പ്രത്യേകമായി വെള്ളത്തിനടിയിലേക്ക് എന്തെങ്കിലും പിന്നെ അതിനടിയിലേക്ക് മുങ്ങിയെടുക്കാൻ കഴിയാകുന്ന വിധത്തിലുള്ള മിഷൻ സംവിധാനം തൃശ്ശൂരിൽ നിന്നുൾപ്പെടെ എത്ര പെട്ടെന്നെങ്കിൽ അത്രയും വേഗതയിൽ എത്തിക്കാൻ കേരള ഗവൺമെൻറ് സന്നദ്ധമാണെന്ന് പറഞ്ഞു. നേവി സംവിധാനങ്ങൾ അത് ഫലപ്രദമല്ല എങ്കിൽ, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കത്തയച്ചല്ലോ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി, എന്താണ് നേവി സംവിധാനങ്ങൾ ഫലപ്രദമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ടെങ്കിൽ, ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ അത്യാധുനികമായ സംവിധാനങ്ങളോട് പ്രവർത്തിക്കുന്ന നേവി സേനയെ അതിൻ്റെ എല്ലാ വിധത്തിലുമുള്ള സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അലോട്ട് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനാണ് കേന്ദ്ര ഗവൺമെൻറ് രാജ്നാഥ് സിംഗുമായി ആശയവിനിമയം നടത്തിയത്, കർണാടക ഗവൺമെൻറ്റുമായി ആശയവിനിമയം നടത്തിയത്. ഇങ്ങനെ ഒരു സംസ്ഥാന ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ചെയ്യാൻ വേണ്ടി കഴിയാകുന്നത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സംഭവം നടന്നത് കർണാടകയിലാണ്. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ ദുരന്തത്തിൻ്റെ ആഘാതം മനസ്സിലാക്കി ഏത് വിധത്തിൽ അത് പരിഹരിക്കാൻ വേണ്ടി കഴിയും, രക്ഷാദൗത്യം എങ്ങനെ കൊണ്ടുപോകാം, തെരച്ചിൽ നടപടി എങ്ങനെയായിരിക്കണം എന്ന് വളരെ കൃത്യമായി തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ, നേരത്തെ ഇവിടെ വിദഗ്ധനായിട്ടുള്ള ഈ ചർച്ചയിൽ തന്നെ പങ്കെടുക്കുന്ന അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, ഇത് ചീഫ് സെക്രട്ടറി തലത്തിലാണെങ്കിൽ ചീഫ് സെക്രട്ടറി തലത്തിൽ, ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്ത്യയിലാകെ ലഭിക്കുന്ന സാധ്യതകൾ, ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടി കഴിയാകുന്ന സാധ്യതകൾ, ഇതൊക്കെ
അവിടെ ചേർന്ന പല യോഗങ്ങളിലും ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. MLA മാർ ഉന്നയിച്ചിട്ടുണ്ട്, മന്ത്രിമാർ 2 മന്ത്രിമാർ ഈ കാര്യം വളരെ വ്യക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഏറ്റവും ഹൈ ലെവലായിരിക്കുന്ന എക്യുപ്മെന്റ്സ്, ഏറ്റവും മികച്ച, ഏറ്റവും ഉന്നതമായി ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിന് ഉപകാരപ്രദമാകുന്ന വിധത്തിലുള്ള എക്യുപ്മെന്റ്സ് എവിടെ നിന്നാണെങ്കിലും കൊണ്ടുവരാൻ സന്നദ്ധമാകണം. എന്നാൽ ഒരു ഘട്ടത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കില്ല. MLA അവിടെ കുറച്ചു പേരുടെ മനുഷ്യാധ്വാനമല്ലാതെ ഈ പറയുന്ന സംവിധാനങ്ങൾ ഒന്നും വന്നിട്ടില്ല. ഈ പ്രൊക്ലൈനർ എന്ന് പറഞ്ഞാൽ എന്താണ്, സാനി എക്സ്കവേറ്റർ എന്ന് പറയുന്ന വലിയ നീളം കൈയുള്ള ഭൂമുള്ള സംവിധാനം MLA കയ്യിൽ നിന്ന് പൈസ മുടക്കി അദ്ദേഹം കൊണ്ടുവന്നതല്ലാതെ ഈ പറഞ്ഞ അത്യാധുനിക സംവിധാനങ്ങൾ രാജ്യത്ത് ലഭ്യമായിട്ടുണ്ടെങ്കിൽ, രാജ്യത്ത് അവയൊക്കെ ലഭ്യമായിട്ടുണ്ടെങ്കിൽ, ആർമിയുടെ പക്കൽ അതുണ്ടെങ്കിൽ, നേവിയുടെ പക്കൽ അതുണ്ടെങ്കിൽ, ഒന്നും ഈ പറഞ്ഞ ഗംഗാവലിയുടെ തീരത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇനി എത്തുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട MLA. അത് തന്നെയാണല്ലോ, ഈ കാര്യങ്ങളാണല്ലോ വളരെ ശക്തിയായി ആവശ്യമായി ഉന്നയിച്ചത്. ഇപ്പോൾ ഇന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം കണ്ടല്ലോ. അദ്ദേഹം കുറച്ചുകൂടി ശക്തിയായി തന്നെ ആ കാര്യം പറഞ്ഞല്ലോ. അവിടെ വന്ന് നടത്തിയ ചർച്ചയിലും അദ്ദേഹം ആ കാര്യം സൂചിപ്പിച്ചല്ലോ. നമ്മൾ കാണേണ്ടത്, ഒരു സംസ്ഥാനത്തിന് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിന് മറ്റൊരു സംസ്ഥാനത്ത് നടക്കുന്ന ഏതെങ്കിലും നിലയിലുള്ളൊരു കാര്യങ്ങളിൽ ഔദ്യോഗികമായ നടപടിക്രമത്തിൻ്റെ ഭാഗമായി നിയമാനുസൃതം ഇടപെടുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും ഒരു വലിയ ഫോഴ്സായി നമുക്ക് മാറാൻ വേണ്ടി കഴിയുമോ ഹാഷ്മി? നമ്മളവിടെ പോയപ്പോൾ കണ്ടതല്ലേ, നമ്മൾ നേരിട്ട് ഇടപെട്ടതല്ലേ, എല്ലാവരും ഇടപെട്ടില്ലേ, മാധ്യമപ്രവർത്തകർ വളരെ കൃത്യമായി വാർത്തകൾ പുറത്തു കൊണ്ടുവന്നില്ലേ, നല്ല സമ്മർദ്ദം ഉണ്ടായില്ലേ? മാധ്യമങ്ങളോടൊരു ഘട്ടത്തിലുണ്ടായ സമീപനം നമുക്ക് അംഗീകരിക്കാൻ കഴിയാവുന്നതാണോ? ഞങ്ങളെല്ലാം ഇടപെട്ടില്ലേ? നമ്മുടെ കേരളത്തെ പോലെയാണോ? അപ്പോൾ സിസ്റ്റത്തിൽ മാറ്റമുണ്ട്. നേരത്തെ ഇവിടെ വിദഗ്ധൻ പറഞ്ഞല്ലോ, സിസ്റ്റത്തിൽ മാറ്റമുണ്ട്. തീർച്ചയായും അത് ഇല്ല എന്ന് കണ്ണടച്ച് പറയാൻ വേണ്ടി കഴിയില്ല. കേരളത്തിൽ നമ്മളൊരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിക്കനുസൃതമായൊരു സിസ്റ്റമല്ല കർണാടകയിൽ. അത് തുടക്കത്തിൽ അതിൻ്റെ ഗോൾഡൻ ഹവേഴ്സ് എന്ന് നമ്മൾ പറയുന്ന വളരെ പ്രധാനമായ മർമ്മപ്രധാനമായ ഇടപെടൽ നടത്തേണ്ടതായ ഘട്ടത്തിൽ അവിടെ വല്ല വീഴ്ചയും വന്നിട്ടുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? ആ ഘട്ടത്തിൽ നമുക്ക് കർണാടകയിൽ നിന്നും അവരെല്ലാം വളരെ പോസിറ്റീവായാണ് കേരളത്തോട് പ്രതികരിച്ചത്. ഞങ്ങൾ നോക്കാം, ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനമുണ്ട്. ഇത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരുടെ ഭാഗത്ത് വേണ്ടത്ര അനുകൂലമായ വിധത്തിൽ കാര്യങ്ങൾ പോകുന്നില്ല എന്ന് വന്നപ്പോഴാണ് കൂടുതൽ ശക്തമായി ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ തെരച്ചിൽ അവസാനിപ്പിക്കുമെന്നുള്ള വാർത്തയും അത്തരം സൂചനകൾ വരുന്ന സന്ദർഭത്തിൽ പോലും കേരള സംസ്ഥാന ഗവൺമെന്റ് മന്ത്രിമാർ അവർ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. ഓപ്പണായി തന്നെ പറയുന്നു, പാടില്ല, ഞങ്ങൾ കുടുംബത്തിന്റെ ആവശ്യം ഉൾപ്പെടെ ഞങ്ങളുടെ നാടിന്റെ ആവശ്യം കുടുംബം ശക്തമായി ആവശ്യപ്പെടുന്നു, നമ്മുടെ നാട് ആവശ്യപ്പെടുന്നു, ഗവൺമെന്റ് ആവശ്യപ്പെടുന്നു. ഒരു കാരണവശാലും ആ രക്ഷാദൗത്യത്തിൽ നിന്നും പുറകോട്ട് പോകാൻ കഴിയില്ല എന്ന് ഒരുപക്ഷെ ഒരു വാശി പോലെ പറയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോയില്ലേ? അങ്ങനെ ആ രീതിയിൽ കാര്യങ്ങൾ അപ്പോഴാണ് അവിടുത്തെ കാർവാർ MLA പ്രതികരണം വരുന്നു, ജില്ലാ കളക്ടറുടെ പ്രതികരണം വരുന്നു, ഫിഷറീസ് മിനിസ്റ്ററുടെ പ്രതികരണം വരുന്നു. അപ്പോൾ തീർച്ചയായും ഇനിയും പ്രതീക്ഷ വെക്കുന്നുണ്ട്. പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. 13 ദിവസം പിന്നിടുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ വികാരങ്ങളെയും അടക്കിപ്പിടിച്ചുകൊണ്ട് നമ്മൾ പ്രതീക്ഷയോടുകൂടി ഒരു സംസ്ഥാനത്തിൻ്റെ സംവിധാനത്തിൽ വിശ്വാസമർപ്പിച്ച് ആ സംവിധാനങ്ങൾക്ക് മുമ്പിൽ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി നമ്മൾ കാത്തിരിക്കുകയാണ്, പ്രതീക്ഷ മുന്നോട്ട് വെക്കുകയാണ്. ആ പ്രതീക്ഷ തന്നെയാണ് ഞാനും ഹാഷ്മിയും ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നത്.